മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജ്ഞാനാർജനവും ജ്ഞാനോൽപാദനവും ഒരു ഖുർആനിക സമീപനം എന്ന തലക്കെട്ടിലുള്ള ഒരു പ്രബന്ധമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. ISMൻ്റെ കീഴിൽ നടന്നു വരുന്ന ഈ ഇൻ്റർനാഷണൽ കൊളോക്കിയത്തിൽ ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കാൻ അവസരം തന്ന, അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും തുടക്കത്തിൽ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ വിഷയം രണ്ട് ഭാഗമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗം. രണ്ടാമത്തേത്, നമ്മൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നത് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം. ഇതിൽ ആദ്യത്തെ ഭാഗം ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കാം. അതിനെ തുടർന്ന് രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില ആയത്തുകളുടെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യാം. കേരളീയ മുസ്ലിം നവോത്ഥാന ഭൂമികയിൽ നിന്നുകൊണ്ട് ജ്ഞാനാർജനം, ജ്ഞാനോൽപാദനം എന്നീ നൂതന അക്കാദമിക സംജ്ഞകളെ സമീപിക്കുകയെന്നത് തികച്ചും മൗലികതയും ശ്രദ്ധയും ആവശ്യമായ കാര്യമാണ്. പിന്നിട്ട ഏതാനും ദശകങ്ങൾ കേരളീയ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്താപരവും ദൈക്ഷണികവുമായ നിലക്ക് ശ്രദ്ധേയമായ ഉണർവും മുന്നേറ്റവും ഉണ്ടാക്കിയ ഒരു ചരിത്രഘട്ടം തന്നെയാണ്. എന്നാൽ 5 ശതകങ്ങളിലേറെയായി ആഗോള മുസ്ലിം സമൂഹം അകപ്പെട്ടിരുന്ന സുഷുപ്തിയുടെ അവസ്ഥയിൽ നിന്ന് ഞെട്ടലുണ്ടാക്കുന്ന ഉണർവിലേക്ക് കടന്നു വരുമ്പോൾ വൈജ്ഞാനിക ഗവേഷണ മണ്ഡലം മുസ്ലിങ്ങൾക്ക് എന്നെ കൈവിട്ടുപോയിരിക്കുന്നുവെന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഈ വിലയിരുത്തൽ സാധ്യമാവുകയുള്ളൂ. ലോകത്ത് എല്ലാ വിജ്ഞാന മേഖലകളിലും അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാക്കിയതും മൗലികമായ ഗവേഷണ സംരംഭങ്ങളുമായി വിവിധ സമൂഹങ്ങൾ രംഗത്ത് വന്നതും വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തെ തുടർന്നുള്ള കാലത്താണ്. മതദർശനങ്ങളുടെയും ആശയങ്ങളുടെയും വിപരീത ദിശയിലൂടെയാണ് പടിഞ്ഞാറൻ നാടുകളിൽ ഈ ശ്രമങ്ങൾ മുന്നേറിയത്. കമ്മ്യൂണിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും വഴികളിലൂടെയും ആഗോളവൽക്കരണത്തിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും വഴികളിലൂടെയുമാണ് അവ മുന്നേറുകയുണ്ടായത്. പഠനവും ഗവേഷണവും ഇന്ന് ജ്ഞാനാർജനവും അഥവാ നോളജ് അക്വിസിഷൻ, ജ്ഞാനോൽപാദനവും അഥവാ നോളജ് പ്രൊഡക്ഷൻ ആയി മാറിയിരിക്കുന്നു. ജ്ഞാനദർശനം അഥവാ എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ തിയറി ഓഫ് നോളജ് എന്ന വിജ്ഞാന ശാഖ തന്നെ ആധുനിക സമ്പദ്ഘടനയുടെ ഉൽപാദന പ്രക്രിയയുമായി ഇഴപിരിക്കാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ഇന്ന്. മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെയും കമ്പോള പഠനങ്ങളുടെയും സജീവ ഇടപെടലുള്ള കുത്തകയായി മാറിയിട്ടുള്ള ഒരു രംഗമാണ് പടിഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായും ഒരളവോളം കിഴക്കിനെ സംബന്ധിച്ചിടത്തോളവും ജ്ഞാനാർജനവും ജ്ഞാനോൽപാദനവും. കമ്പോളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യാവസായിക ഉൽപാദന പ്രക്രിയയെ പുൽകിക്കൊണ്ടുള്ള ഊന്നലുകളാണ് ഇന്ന് ഈ മേഖലക്കുള്ളത്. അതുകൊണ്ടാണ് മാനേജ്, ക്രിയേറ്റ്, പ്രോസസ്, ഷെയർ എന്നീ ഘട്ടങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പഠന മേഖല ഏറെ വ്യവഹരിക്കപ്പെടുന്നത്. ജ്ഞാനാർജനത്തിൻ്റെയും ജ്ഞാനോൽപാദനത്തിൻ്റെയും രാഷ്ട്രാന്തരീയ രാജപാതകൾ ഉൽപാദനത്തിൻ്റെയും വിപണനത്തിൻ്റെയും പദാവലികളിൽ മാത്രമായി വ്യവഹരിക്കപ്പെടുന്നത് കണ്ട് ഈ ജ്ഞാനാർജന ജ്ഞാനോൽപാദന പ്രക്രിയയിൽ തങ്ങൾ എന്തുമാത്രം അന്യവൽക്കരിക്കപ്പെടുകയോ അന്യതാബോധം അനുഭവപ്പെടുന്നവരാവുകയോ ചെയ്തിരിക്കുന്നുവെന്ന ഞെട്ടലോടെയുള്ള തിരിച്ചറിവാണ് സമകാലിക മുസ്ലിം ധിഷണ തങ്ങൾ സഞ്ചരിക്കേണ്ടതോ ആയ ദിശയോ സരണിയോ അല്ലല്ലോ ഇത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള സ്തബ്ധമായ അവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. ചരിത്രപരവും രാഷ്ട്രീയവുമായ വിവിധങ്ങളായ കാരണങ്ങളാൽ തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നുവെന്നും തങ്ങളെ തഴഞ്ഞ് ഇതര സമൂഹങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നുവെന്നും മാത്രമല്ല, ആധികാരികതയുള്ള അറിവിനും അറിവുൽപാദന മാതൃകകൾക്കും വേണ്ടി
ഇതരരിലേക്ക് നോക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് തങ്ങളുള്ളത് എന്നതാണ് മുസ്ലിം ദക്ഷിണ തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിവാണ് നമ്മൾ നവോത്ഥാനം എന്ന് പേരിട്ട് വിളിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക ഉണർവ്. എന്നാൽ സുഷുപ്തിയിൽ നിന്ന് ഉണർന്ന് സ്വന്തം അവസ്ഥ പരിങ്ങലിലാണെന്ന് കണ്ട് കുതിച്ചോടുവാൻ തുടങ്ങിയ മുസ്ലിം ദക്ഷിണ ലക്ഷ്യം തെറ്റിയ ദിശയിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നത് തിരിച്ചറിയേണ്ട ഒരു നവമുന്നേറ്റത്തിന് തുടക്കമിടേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് പരിഷ്കരണത്തെക്കുറിച്ചും നവീകരണത്തെക്കുറിച്ചും നമ്മൾ സംവദിക്കേണ്ടിയിരിക്കുന്നത്. സുഷുപ്തിയിൽ നിന്ന് ഉണർന്ന സമുദായം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ മൂലധനം ഇറക്കിക്കൊണ്ട് തന്നെയുള്ള മൂലധനവും വിഭവശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളവയും തന്നെ ഒട്ടേറെ സ്ഥാപിക്കുന്നതിൽ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്നതിലും വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മൗലികതയുള്ള ജ്ഞാനോൽപാദനം സാധിക്കാത്ത വിധത്തിൽ മുസ്ലിം ദക്ഷിണ മുടന്തി നിൽക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക ഭൗതിക മാനവിക പഠന മേഖലകളിൽ ഒന്നും ലോകത്ത് എവിടെയും ഇന്ന് ലോക മാനവ സമൂഹത്തെ നയിക്കുന്നത് മുസ്ലിങ്ങളല്ല. ഒരളവോളം മൗലികമായ ഇസ്ലാമിക പഠന സംരംഭങ്ങൾ പോലും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുവാൻ പ്രയാസപ്പെടേണ്ടി വരും. എന്നാൽ ഇതായിരുന്നില്ല ഖുർആൻ്റെ അവതരണത്തെ തുടർന്നുള്ള 8-9 നൂറ്റാണ്ടുകളുടെ ചരിത്രം. പിൽക്കാലത്ത് പടിഞ്ഞാറൻ നാടുകളിൽ, വിശേഷിച്ച് യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിന് കളമൊരുക്കിയതുൾപ്പെടെ ഉള്ള വലിയ തോതിലുള്ള വൈജ്ഞാനിക മുന്നേറ്റവും പഠന ഗവേഷണ പ്രക്രിയകളുമൊക്കെ ഖുർആൻ സാധിച്ച വിസ്മയകരങ്ങളായ ബൗദ്ധിക ഉണർവിൻ്റെ ഫലമായുണ്ടാവുകയാണ്. അറിയപ്പെടുന്ന മുഴുവൻ വിജ്ഞാന ശാഖകൾക്കും അടിത്തറയിട്ടതും ജ്ഞാനശാസ്ത്രത്തിൻ്റെ ദർശനതലം വികസിപ്പിച്ചെടുത്തതുമൊക്കെ ഖുർആൻ സൃഷ്ടിച്ച ഈ ഉണർവാണ് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. പ്രസ്തുത ഘട്ടത്തിൽ ജ്ഞാനോൽപാദന പ്രയത്നങ്ങൾക്ക് ഒരു ദർശനവും ദിശാബോധവും ഉണ്ടായിരുന്നു. അത് ഖുർആൻ പകർന്നു നൽകിയതുമായിരുന്നു. എന്നാൽ മുസ്ലിം സുഷുപ്തിയുടെ കാലത്ത് ദൈക്ഷണിക വൈജ്ഞാനിക മണ്ഡലം പടിഞ്ഞാറിൻ്റെ മാത്രമായ മേൽക്കോയ്മയുള്ളതായി മാറിയ ഘട്ടത്തിൽ ഈ ദർശനവും ദിശാബോധവും കൈമോശം വന്നു. അറിവന്വേഷണവും ജ്ഞാനോൽപാദനവും കേവല ഭൗതിക മാത്രമായ സംരംഭങ്ങളായി മാറി. മനുഷ്യൻ്റെ ആത്മീയ ജീവിത ദർശനവുമായോ ധാർമ്മിക മൂല്യങ്ങളുമായോ ബന്ധമില്ലാത്തതായി അത് മാറി. ഉൽപാദന വാണിജ്യ പ്രക്രിയയുടെ ലാഭനഷ്ട കണക്കുകളുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മാത്രം വ്യവഹരിക്കപ്പെടുന്ന ഒരു സംരംഭമായി മാറി അത്. ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ വലിയ മുന്നേറ്റങ്ങളോ എടുത്തുചാട്ടങ്ങളോ ആയി വിലയിരുത്തപ്പെടാമെങ്കിലും അന്തസ്സാരം നഷ്ടപ്പെട്ട, ചൈതന്യം കൈമോശം വന്ന നവോത്ഥാനത്തിൻ്റെ സ്ഫുരണങ്ങൾ പുറപ്പെടുവിക്കാത്ത, ആത്മാവ് നഷ്ടപ്പെട്ട ഒന്നായി രംഗം അധപ്പതിച്ചു. ഇത് ആഗോള മാനവ സമൂഹത്തിന് എല്ലാ അർത്ഥത്തിലും ഉള്ള ഭീമൻ നഷ്ടങ്ങളുണ്ടാക്കി എന്ന് മാത്രമല്ല, പരിഹാരങ്ങളില്ലാത്ത ദൈക്ഷണിക പ്രതിസന്ധികളിൽ അവരെ തളച്ചിടുക കൂടി ചെയ്തു എന്നതാണ് വസ്തുത. ഈ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് മുഴുവൻ മനുഷ്യ സമൂഹത്തിനും പ്രകാശപൂർണിമ പകർന്നു നൽകുന്ന വിധത്തിലുള്ള ഒരു ദൈക്ഷണിക ഉണർവ് സൃഷ്ടിക്കുവാൻ കരുത്തുള്ള ഒരു ദിശാമാറ്റം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കുന്നത്. 8-9 നൂറ്റാണ്ടുകളോളം ഖുർആൻ മൂലം കത്തി നിന്നിരുന്ന ഈ ദൈക്ഷണിക ഉണർവ് കെട്ടുപോയതിൻ്റെ കാരണം കണ്ടെത്തുന്നതോടെ പുതിയ കുതിപ്പിന് വഴി കാണിക്കപ്പെടും എന്ന കാര്യം തീർച്ചയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തെയും മനുഷ്യാസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളും എങ്ങനെ വായിച്ചെടുക്കണമെന്ന് മനുഷ്യ സമൂഹത്തെ വളരെ മൗലികമായ രീതിയിൽ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ മുസ്ലിം സമൂഹവും അതുവഴി ലോകവും വിശുദ്ധ ഖുർആൻ്റെ പ്രകാശവീതികളിലൂടെയുള്ള പഠന ഗവേഷണങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടതാണ് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാരണം. ദൈക്ഷണിക മണ്ഡലം തിരിച്ചു പിടിക്കുവാനും അഭൂതപൂർവമായ വിധത്തിലുള്ള ഒരു മുന്നേറ്റം യാഥാർത്ഥ്യമാക്കിയെടുക്കുവാനുമുള്ള വെമ്പൽ ലോകത്തെ മുഴുവൻ പ്രദേശങ്ങളിലെയും മുസ്ലിം സമൂഹങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെ ശരിയായ ദിശയിലേക്ക് മുഖം തിരിച്ചു വെക്കുന്ന ഒരു ഇടപെടൽ നടക്കേണ്ടതുണ്ട്. ജ്ഞാനാർജനവും ജ്ഞാനോൽപാദനവും സംബന്ധമായ ഒരു എപ്പിസ്റ്റമോളജിക്കൽ പെർസ്പെക്റ്റീവ് ഖുർആൻ്റെ പ്രകാശപൂർണിമയിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ പ്രക്രിയയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്.
ഈ മുഖവുരയോടുകൂടിയാണ് എന്താണ് ജ്ഞാനം, ജ്ഞാനാർജനം, ജ്ഞാനോൽപാദനം എന്ന കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നത് പരിശോധിക്കുകയാണ് എൻ്റെ പ്രബന്ധത്തിൻ്റെ രണ്ടാമത്തെ ഫേസിൽ, രണ്ടാമത്തെ ഭാഗത്ത് ചെയ്യാനിരിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ച് കിട്ടിയ ആയാത്തുകളുടെ തുടക്കം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായിക്കുക, സൃഷ്ടികർമ്മം നടത്തിയ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വെളിപാടുകളുടെ തുടക്കമുണ്ടാകുന്നത്. വായിക്കുക എന്ന് പറയുമ്പോൾ എന്തു വായിക്കണം എന്ന് പറയാതിരിക്കുന്ന ഒരു വലിയ ഒരു പ്രത്യേകത ഒരു പക്ഷേ മനുഷ്യർക്ക് പരിചയമുള്ള ഒരു രചനയിലും കാണാൻ കഴിയാത്ത ഒരു ശൈലി അവിടെ കാണാൻ പറ്റും. എന്തും വായിക്കാവുന്നതാണ് എന്നതാണ് അതിൻ്റെ സൂചന. എന്നല്ല, മനുഷ്യന് വായിക്കാൻ എന്ത് ശ്രമം നടത്തുമ്പോഴും അവൻ വായിക്കാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതലങ്ങളും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ധാരാളം സൂചനകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. പക്ഷേ ഈ ആദ്യത്തെ വചനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് വായിക്കുന്നതിന് ഏറ്റവും മൗലികമായി ആവശ്യമായിട്ടുള്ളത് വായനയുടെ ഒരു രീതിയാണ്, കൈഫിയത്തുൽ ഖിറാഅ ആണ് എന്നതാണ്. ഇഖ്റ എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടികർമ്മം നടത്തിയ നാഥനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വായിക്കുവാൻ. മാത്രമല്ല അതിനെ തുടർന്ന് പറയുന്നത് അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഈ സൃഷ്ടികർമ്മം നടത്തിയവൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലദീ അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ പേനയുടെ ഉപയോഗം പഠിപ്പിച്ചു, മനുഷ്യൻ അറിയാത്തതൊക്കെയും പഠിപ്പിച്ചു. മനുഷ്യൻ്റെ എല്ലാ അറിവിൻ്റെയും സ്രോതസ് പടച്ച തമ്പുരാനാണ് എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി സൂചിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരിടത്ത് സൂറത്തുർ റഹ്മാനിൽ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ ഭാഷണ രീതികൾ പഠിപ്പിച്ചു, സംസാര വൈഭവം നൽകി എന്ന് വ്യക്തമായി അള്ളാഹു നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അറിവിൻ്റെ സ്രോതസ് എന്താണ് എന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് നമുക്കൊക്കെ പരിചയമുള്ള ആയത്തുൽ കുർസിൻ്റെ മധ്യത്തിലുള്ള ഒരു പ്രയോഗത്തിൽ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫിഹിം, അവരുടെ മുന്നിലുള്ളതും അവരുടെ പുറകിലുള്ളതും അവൻ അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവൻ്റെ അറിവോടോ സമ്മതത്തോടോ കൂടിയല്ലാതെ, അവൻ്റെ ഉദ്ദേശത്തോടു കൂടിയല്ലാതെ അറിവിൻ്റെ ഒരു തരിമ്പ് പോലും തട്ടിയെടുക്കാൻ അവർക്ക് സാധ്യമല്ല എന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അറിവിന് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയും ഒരു ക്രമവുമുണ്ട്. ആ ക്രമത്തെ ഭേദിച്ചുകൊണ്ട് അറിവ് നേടാൻ ഒരാൾക്കും സാധ്യമല്ല. ജിന്നുകളെയും മനുഷ്യരുടെയും സമൂഹത്തെ വിളിച്ചുകൊണ്ട് യാ മാശറൽ ജിന്നി വൽ ഇൻസ് എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു ഒരു വെല്ലുവിളി പോലെ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ അഖത്താറുകളെ, അതിർവരമ്പുകളെ ഭേദിച്ചു കൊണ്ടുപോകുക, നിങ്ങൾക്കതിനെ ഭേദിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല ഇല്ലാ ബി സുൽത്താൻ എന്ന്. കൃത്യമായ ഒരു അധികാരഘടനയുടെ അല്ലെങ്കിൽ ഒരു സുൽത്താൻ്റെ പിൻബലത്തോടു കൂടിയല്ലാതെ സാധ്യമല്ല എന്ന്. അള്ളാഹു മനുഷ്യന് തുറന്നു കൊടുക്കുന്ന അറിവന്വേഷണത്തിൻ്റെ പ്രക്രിയയിൽ തുറന്നു കൊടുക്കുന്ന ഒരു തുറവിയാണ്, അല്ലെങ്കിൽ സാങ്കേതികമായ കഴിവുകളും നേട്ടങ്ങളും അറിവുമൊക്കെയാണ് അത് എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഗവേഷണം എങ്ങനെയാണ് നടത്തേണ്ടത്, എന്തിനു വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഖുർആൻ്റെ ആയാത്തുകളിലേക്ക് തദബ്ബുർ ചെയ്യുന്ന വിധത്തിലൊന്ന് ഊളിയിടുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അള്ളാഹു പറയുകയാണ്, മാ തറാ ഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ, കാരുണ്യവാൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് ഒരു ന്യൂനതയും കാണുവാൻ സാധ്യമല്ല. ഫർജിയൽ ബസർ, നിന്റെ കാഴ്ചയെ നീ തിരിച്ചയക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല വിള്ളലും വിടവും പൊട്ടലുമൊക്കെ അല്ലെങ്കിൽ വല്ല ന്യൂനതയും നീ കാണുന്നുണ്ടോ? സുമ്മർജിയൽ ബസറ കറത്തൈൻ, പിന്നെ നിന്റെ കണ്ണിനെ നീ രണ്ടാമതൊരു തവണയും അയക്ക് എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ രണ്ടാമത് കണ്ണുകൾ അയക്കുന്ന പ്രക്രിയക്കാണ് ആധുനിക വിജ്ഞാന ആർജന മേഖലയിൽ ഗവേഷണം എന്ന് പറയുന്നത്. റീസേർച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരതലിനാണ് സെർച്ച് എന്ന് പറയാം, രണ്ടാമതുള്ള നോട്ടത്തിനാണ് റീസേർച്ച് എന്ന് പറയുക എന്ന് കാണാൻ കഴിയും. അള്ളാഹു ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്ന നമ്മുടെ ദൈക്ഷണിക പ്രവർത്തനം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചവുമായി നമ്മുടെ ചിന്തയെ മാറ്റുരച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് എന്നത് ബോധ്യപ്പെടുത്തുകയാണ്. ഫലം എന്താണ്? യൻഖലിബ് ഇലൈക്കൽ ബസർ,
കാഴ്ച നിന്നിലേക്ക് തിരിച്ചു വരും. ഹാസി എൻ വഹുവ ഹസീർ, പരാജിതനായിക്കൊണ്ടും തളർന്ന അവശനായിക്കൊണ്ടുമാണ് കാഴ്ച തിരിച്ചു വരിക. ആ പരാജയം യഥാർത്ഥത്തിൽ ദൈക്ഷണികമായ പ്രയത്നത്തിലെ വലിയ വിജയമാണ്. കാരണം ഈ താരതമ്യത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചവും മനുഷ്യന് വേണ്ടി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഈ റിസാലത്തിലെ ഈ പ്രഖ്യാപനങ്ങളും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഒരു വൈരുദ്ധ്യവും കാണാൻ കഴിയുന്നില്ല എന്ന വിജയത്തിലാണ് അവിടെ മനുഷ്യൻ ചെന്ന് എത്തിച്ചേരുക എന്നത് കാണാൻ കഴിയും. മാത്രമല്ല, ജ്ഞാനാർജനത്തിൻ്റെ പ്രക്രിയയിൽ മനുഷ്യൻ കൈവരിക്കേണ്ടത് വെളിച്ചം ലഭിച്ച ഒരു ഹൃദയവും തുറന്ന കണ്ണുകളുമാണ് എന്നത് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. അഫലം യസീറു ഫിൽ അർള്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ആലോചനാശേഷിയുള്ള ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, ഔ ആദാനുൻ യസ്മഊന ബിഹാ, കേൾക്കാൻ കഴിയുന്ന കാതുകൾ, ഇതൊക്കെ അവർക്കുണ്ടാകുന്നതിന് വേണ്ടി ഫഇന്നഹ ലാ തഅമൽ അബ്സാർ, നിശ്ചയമായിട്ടും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പടിഞ്ഞാറൻ രാജ്യങ്ങളും സംസ്കൃതിയും കഴിഞ്ഞ ഒരു 3-4 നൂറ്റാണ്ടുകളെങ്കിലും വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ അവർക്ക് സംഭവിച്ചതും ഈ ഹൃദയങ്ങളെ ബാധിക്കുന്ന അന്ധതയാണ്. വെളിച്ചം പകർന്നുകൊണ്ട് ഹൃദയങ്ങൾക്ക് തുറവി ലഭിക്കുന്ന കണ്ണുകൾ തുറന്നു പിടിച്ചതായി മാറുന്ന ഒരു നവോത്ഥാനം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു വെളിച്ചം ഉൾക്കൊള്ളലാണ്. അത് സംഭവിക്കാത്ത ഭൗതികമായ സാങ്കേതികമായ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും ഒരു മുന്നേറ്റം മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഹൃദയങ്ങൾ അന്ധകാരമടഞ്ഞതായി തീരുകയും കണ്ണുകൾ അടഞ്ഞുകിടക്കുകയും ചെവി അടഞ്ഞുകിടക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത്. ജീവിതം എന്ന് തിരിച്ചറിയാൻ അവന് കരുത്ത് നൽകുന്ന ഒരു തിരിച്ചറിവ് ആ മുന്നേറ്റത്തിൽ ഉണ്ടാവുന്നില്ല. മറ്റിടത്ത് അള്ളാഹു നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ വിശാലമായ സാധ്യതകളെ കോറിയിട്ടുകൊണ്ട് പറയുന്നുണ്ട്, സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അംഫുസിഹിം, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ചക്രവാളങ്ങളിലും അവരിൽ ഓരോരുത്തരിലുമായിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അവർക്ക് അവൻ അള്ളാഹു എന്ന അസ്തിത്വം ഏറ്റവും ആബ്സല്യൂട്ടായ സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി 2 വിശാലമായ വിജ്ഞാന മേഖലകളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രപഞ്ച സാകല്യമാണ് ആഫാഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ശാസ്ത്ര മേഖലയും അംഫുസ് എന്ന് പറയുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള മാനവിക പഠന മേഖലകൾ മുഴുവനും അതിൽ കവർ ചെയ്യുന്ന ഈ 2 വിശാലമായ മേഖലകളാണ് മനുഷ്യൻ്റെ മുഖ്യമായ പഠനത്തിന് ഊന്നലുള്ള മേഖലകൾ. ഇനി എന്തുകൊണ്ട് ഈ വിധത്തിലുള്ള ഒരു ദൈക്ഷണിക പ്രതിസന്ധിയിൽ മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ഒരായത്ത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെ എന്തുകൊണ്ട് ഖുർആനെക്കുറിച്ച് തദബ്ബർ ചെയ്യുന്നില്ല? വലൗകാന മിൻ ഇൻദി ഗൈരില്ലാ, അത് അല്ലാഹു അല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലും ആയിരുന്നെങ്കിൽ വജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിലവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണ് തുറപ്പിക്കുന്ന, ഹൃദയങ്ങൾക്ക് തുറവി നൽകുന്ന, ഹൃദയങ്ങളെ വെളിച്ചം നൽകി പ്രകാശപൂരിതമാക്കുന്ന ഒരു പ്രക്രിയ ആവേണ്ടതുണ്ട്. വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ ആർജനത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും മാർഗം, അതിൻ്റെ ഗവേഷണത്തിൻ്റെയും വിജ്ഞാന ആർജനത്തിൻ്റെയും ഒരു മൗലികമായ ഒരു രീതി ഇവിടെ പഠിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ചേർത്തൊരു കാര്യം കൂടി പറയുകയാണ്, ഈ ദൗത്യം വിജ്ഞാനം അത് നമ്മൾ അനർഹമായ കൈകളിൽ അകപ്പെട്ടു പോയാൽ അത് പല വിധത്തിലുള്ള ഡേർട്ടും കലർന്നതായിട്ട് മാറും, മലിനമായി പോകും. ഈ മലിനമായി പോകാൻ വൈജ്ഞാനിക മേഖലയെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാം. അൽ കലിമത്തുൽ ഹിക്മത്തു, ഒരു വിജ്ഞാനത്തിൻ്റെ വാചകം അല്ലെങ്കിൽ ഒരു അറിവ്, ലാല്ലത്തുൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കൈമോശം വന്നു പോയിട്ടുള്ള വിലപിടിപ്പുള്ള ഒരു സമ്പത്താണ്. ഫഹൈസു വജദഹ, എവിടെ അവൻ ആ അറിവിനെ കണ്ടെത്തുന്നുവോ ഫഹുവ അഹഖു ബിഹ, അത് തിരിച്ച് ഏറ്റുവാങ്ങാൻ ഏറ്റവും അർഹനായത് അവനാണ് എന്നാണ്. തെറ്റായ അനർഹമായ കൈകളിലേക്ക് വഴുതിപ്പോയിട്ടുള്ള വിജ്ഞാന മേഖലയെ തിരിച്ചു പിടിക്കുക എന്നത്
മുസ്ലിം സമൂഹത്തിൻ്റെ ആഗോള തലത്തിൽ തന്നെയുള്ള വളരെ ശ്രദ്ധേയമായൊരു ദൗത്യമായി കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.